നമസ്കാരം ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ദിലീപ് നായകനാവുന്ന കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ ദിലീപിന്റെ ഒഫീഷ്യൽ പേജിൽ വന്നിട്ടുണ്ട്. യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. ഇനി എനിക്ക് കിട്ടാത്തതാണോ എന്നറിയില്ല. ഈ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു കോമഡി പ്ലസ് എന്റർടൈൻമെന്റ് സിനിമയാണ്. അതുപോലെ തന്നെ ആക്ഷൻ രംഗങ്ങളും ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഉണ്ണികൃഷ്ണന്റെ സിനിമ എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണന്റെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ത്രില്ലർ എലമെന്റ് ഉണ്ടാവും, ഒരു കുറച്ച് ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം ഈ സിനിമയ്ക്കകത്ത് ഉണ്ട് എന്നാണ് നമുക്ക് ട്രെയിലറിന് മനസ്സിലാവുന്നത്. ടീസർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയിരുന്നത് ഇതൊരു പക്കാ കോമഡി സിനിമ ആയിരിക്കും എന്നാണ്. പക്ഷേ ട്രെയിലർ അത് മാറ്റി മറിക്കുന്നുണ്ട്. കുറച്ച് ആക്ഷൻ രംഗങ്ങൾ, നല്ല ആക്ഷൻ രംഗങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് അവസാന രംഗത്ത് കാണിക്കുന്നുണ്ട് അദ്ദേഹം ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തുമായിട്ട് അനുഭാവം പുലർത്തുന്ന ആളായിരുന്നു എന്ന്. ഉണ്ണികൃഷ്ണൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് ബന്ധമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ അത്തരത്തിലുള്ള ഒരു ചായ്വ് എപ്പോഴും കാണാറുമുണ്ട്. അപ്പം കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന് പറഞ്ഞ സിനിമ ഒരു കോമഡി പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ ത്രില്ലർ പശ്ചാത്തലവും കുറച്ച് ആക്ഷൻ രംഗങ്ങളൊക്കെ ഉള്ള സിനിമയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്തുള്ള താരങ്ങളെ നോക്കുകയാണെങ്കിൽ സൈജു കുറുപ്പ് കോടതിയിലെ ജഡ്ജായിട്ടിരിക്കുന്നു. പിന്നെ ലെനയുണ്ട്, രഞ്ജി പണിക്കനുണ്ട്, അവരൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. പിന്നെ നമ്മുടെ സുരാജേട്ടനുണ്ട്, സുരാജേട്ടനും പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള നായികയായിട്ട് വരുന്നത് മമത മോഹൻദാസ് ആണ്. മമതയുടെ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ്റെ അടുത്ത് ഒരു കേസുമായിട്ട് വരുന്ന ഒരു കക്ഷിയായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ദിലീപേട്ടൻ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സാധാരണഗതിയിലുള്ള ഒരു വക്കീലാണെന്ന് തോന്നുന്നു. കാരണം കോടതിയിൽ ഫസ്റ്റ് അദ്ദേഹം വരുന്ന സമയത്ത് സൈജു കുറുപ്പ് ചോദിക്കുന്നുണ്ട്, താങ്കളൊക്കെ അതായത് ദിലീപിന്റെ കഥാപാത്രം കേസ് എടുക്കാനൊക്കെ തുടങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടായിരിക്കാം അദ്ദേഹം അത്തരത്തിലുള്ള ഒരു കേസുമായിട്ട് വരുന്നത്. അത് മമതയുടെ കേസ് ആവാനാണ് സാധ്യത. പിന്നെ മമത അവസാനം പറയുന്നുണ്ട് നിങ്ങൾ എന്നെ പറ്റിച്ചു എന്ന് പറയുന്നുണ്ട് ദിലീപിന്റെ ആ കഥാപാത്രത്തോട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കോടതിയിൽ അധികം എത്തിപ്പെടാത്ത ഒരു വക്കീലായിട്ടാണ് നമ്മുടെ ഈ കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന് പറഞ്ഞ സിനിമയിൽ ദിലീപിന്റെ കഥാപാത്രം. ഏതായാലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലറാണ്, കുറച്ച് പ്രതീക്ഷയൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ സിനിമ തിയേറ്ററിലേക്ക് ഈ അടുത്ത് തന്നെ വരും. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ പോയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് കൂടുതൽ വിശേഷങ്ങളും അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.